നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഉത്സവം കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ അനിയത്തിയുടെ നിരപരാധിത്വം തെളിഞ്ഞു. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ എല്ലാരും ഇവിടെ നിന്ന് പുറപ്പെടും. അതിനിടയിൽ വണ്ടി വേറൊരു ഡ്രൈവറെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് നീ എന്തിനാ ഓടിപ്പോകുന്നേ? അച്ഛൻ അവരോട് പറഞ്ഞത് നീയും കേട്ടതല്ലേ, എന്റെ സഹായം കൊണ്ട് രക്ഷപ്പെടുന്നതിനേക്കാളും നല്ലത് ജയിലിൽ കിടക്കുന്നതാണെന്ന്, അല്ലെങ്കിൽ ആത്മഹത്യയാണെന്ന്. എന്നോടുള്ള വെറുപ്പും പകയും ശത്രുതയും എല്ലാം ഉണ്ട് ആ വാക്കുകളിൽ. ഞാൻ കാരണം അവരത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രായശ്ചിത്തം ചെയ്യാൻ എനിക്ക് കഴിയില്ല. ഞാൻ കാരണം എന്റെ കുടുംബത്തിനുണ്ടായ അപമാനത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയില്ല. ഈ കുടുംബത്തിൽ നിന്ന് പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചുപോയ ആ പയ്യനെ കണ്ടുപിടിച്ച് ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുക്കാനും എനിക്ക് കഴിയില്ല. നഷ്ടപ്പെട്ടു പോയ വീട്, ഞാൻ കാരണം കുടുംബത്തിന് നഷ്ടപ്പെട്ട മാനാഭിമാനം, ഒന്നും എനിക്ക് വീണ്ടെടുത്തു കൊടുക്കാൻ കഴിയില്ല. അന്ന് കൊണ്ടുപോയ കാശിൽ നിന്ന് ഒരു 10 രൂപ പോലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഉരുപ്പടികൾ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയും. അത് തിരിച്ചു കൊടുത്തിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കാലിൽ വീണ് ഞാൻ മാപ്പ് പറയും. മുച്ചൂടും മുടിച്ചിട്ട് നാട് വിട്ടുപോയ മകൻ പശ്ചാത്താപത്തോടെ തിരിച്ചു വരുമ്പോൾ നിലവിളക്കുമായിട്ട് സ്വീകരിക്കാൻ ഇത് കഥയോ സിനിമയൊന്നും അല്ലല്ലോ, പച്ചയായ ജീവിതമല്ലേ. അച്ഛൻ വെട്ടുകത്തിയെടുക്കുമായിരിക്കും, എന്നാലും സാരമില്ല. ജീവൻ പോകുന്നതിന് മുൻപ് അത്രയെങ്കിലും ചെയ്തെന്ന് എനിക്ക് സമാധാനിക്കാമല്ലോ. വീട്ടിൽ പോയി ഉരുപ്പടികളെടുത്ത് തിരിച്ചു വരണം. എന്നിട്ടത് അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ. കാർത്തി, നിക്ക്. എടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാവുന്നോണ്ടാ ഞാൻ വണ്ടി എടുക്കാൻ നിന്നെ തന്നെ വിളിച്ചത്. ഇത്രയും ദിവസം നീ മിനക്കെടുകയും ചെയ്തു. പാർട്ടിയെ ടൗണിൽ തിരിച്ചെത്തിച്ച 5 ദിവസത്തെ കാശ് നിനക്ക് കിട്ടും. തിരിച്ചു പോകാൻ മാത്രമായി വേറൊരു ഡ്രൈവറെ വെച്ചാ അത് നിനക്ക് നഷ്ടമല്ലേ? എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പുറപ്പെടും. നീ ഇന്നും കൂടെ നിൽക്കേ. പറ്റില്ലടാ, വണ്ടി ഓടിക്കുന്നതിൽ നല്ല കോൺസെൻട്രേഷൻ വേണ്ടേ. മനസ്സിൽ 100 കൂട്ടം ചിന്തകളാ. അതുകൊണ്ടാ ടൗണിലേക്ക് സ്ഥിരം വണ്ടി ഓടുന്ന ഡ്രൈവറുടെ നമ്പരാ ഞാൻ നിനക്ക് തന്നത്. വിളിച്ച അയാൾ വരും. അയാൾ ചോദിക്കുന്ന കാശ് കൊടുത്തേക്ക്. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. തൽക്കാലം ഇത് വെച്ചോ, ബാക്കി ഞാൻ വീട്ടിൽ എത്തിക്കാം. പിടിച്ചോ. എടാ, പിടിക്കടാ. അവിടെ എല്ലാരും തിരിച്ചു പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ വന്ന് എന്തെടുക്കുക? എന്താടാ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഒന്നുമില്ല. പാറുവിനോട് പ്രണയം തുറന്നു പറയാൻ പറ്റാത്തതിന്റെ വിഷമാണോ? അതിൽ വിഷമിക്കാൻ എന്താടാ ഉള്ളത്? തിരിച്ചു പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് പറയാലോ. അല്ലെങ്കിൽ വഴിയിൽ കഴിക്കാൻ നിർത്തില്ലേ, അപ്പൊ പറയാലോ. അപ്പോഴും അവളെ സൗകര്യത്തിന് കിട്ടിയില്ലെങ്കിൽ ഗാർമെന്റ്സിൽ വെച്ച് പറയാലോ. പക്ഷെ ഒരു കാര്യം, ഇനി ഇത് വൈകിക്കാൻ പാടില്ല. എത്രയും വേഗം പറയണം. ഇനി എനിക്ക് അവളോടത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ലടാ. നീ എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് അവളോട് എപ്പോൾ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. നിന്റെ ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നല്ലോടാ. എന്തു പറ്റി? എടാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. നീ ജയന്തിയെ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ? ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ കുഴപ്പം എന്താന്ന് വെച്ചാ, അവൾ എന്നെ പോലെ സ്നേഹം പ്രകടിപ്പിക്കില്ല, മനസ്സിൽ അടക്കി വെക്കുകയുള്ളൂ. അവക്കെപ്പോഴും നല്ലത് വരണമെന്നല്ലേ നീ ആഗ്രഹിക്കുന്നുണ്ടാവുക? നിന്റെ പ്രാർത്ഥന അതായിരിക്കില്ലേ? എന്താ സംശയം? അവളുടെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയാ നീ സന്തോഷിക്കില്ലേ?
എന്ന് വെച്ചാ നിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല.